സോ ഗൈസ്, അപ്പോൾ ഞാനൊരു പുതിയ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഇപ്പോൾ ഇവനെ ഞാൻ ഇനി കാസർഗോഡൊക്കെ എത്തിക്കണം. ഇവളാണ്. സോ ഇവൾക്കൊരു പേരൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്തോ. സോ അപ്പോൾ ആ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എങ്ങനെയാണ് എനിക്ക് സേഫായിട്ട് എത്തിക്കണം. എന്താ ഞാൻ മണിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മണിയൊക്കെ എന്താ അല്ലേ, നല്ല ചുന്തിരി ഭാവിയാണ്. ഇവിടെ എങ്ങനെയും വീട്ടിലെത്തിക്കണം. സോ ആ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല പറഞ്ഞേ കുണ്ടിയല്ല. സോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ തപ്പടും ഇറങ്ങി കൊച്ചിയിൽ നിന്ന്. ഞങ്ങൾ ജനറലിൽ പോകാൻ പോവാണോ? ജനറൽ ട്രെയിനിലെ യാത്ര കിട്ടൂല. അങ്ങനെ ഗൈസ്, ഞാനും അവരും എൻ്റെ നാട്ടിലെത്തിയേക്കാണ്. എൻ്റെ അമ്മ പോട്ടെ. സോ അവനെയും കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലെത്തി. വേണ്ടേ അത് പണത്തൂർ പയ്യനോട് ഇരിപ്പുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ല. വീട്ടിലെത്തിരി തുറന്നു സിംബ. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ചെക്കനും ഞാനും പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. വളരെ നീണ്ട യാത്രയായിരുന്നു അത്. ഭയങ്കരമായി ബുദ്ധിമുട്ടി. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ബാക്കി ഡീറ്റെയിൽസ് വന്നിട്ട് പറയാം. ഒട്ടും എനർജി. സോ ഇവനും അറിയില്ല, ഇവക്കും അറിയില്ല ഇവനിവിടെ ഉള്ള കാര്യം. ഇനി ഇവിടുത്തെ ഇവിടെ ഈഗോ പ്രശ്നം ഉണ്ടാവും. ഇവർ രണ്ടുപേരും കണ്ടില്ല ഇതുവരെ. എന്താവും എന്തോ പ്രശ്നമായി. അതെൻ്റെ നാടനാട്ടോ, ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന നാടനാ. ഇപ്പം രണ്ടുപേരെയും തമ്മിൽ കണ്ടതേ ഉള്ളൂ. എന്താവും എങ്ങനെ ആവും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ഇവിടെ വേറെടുത്ത് നിപ്പുണ്ട്. കൊതറോത് ആർക്കറിയാം. ഒരു കൂട്ടിയത് ഇറക്കത്തും ഇല്ല. അയ്യോ, എന്റെ കൈ പിടിച്ചോണ്ടോ. ഈ ഈഗോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഈഗോ പ്രശ്നം. എൻ്റെ മസിൽ കൂടിയ ഗൈസ്. ഓ മൈ ഗോഡ്, ഐ എം ബൾക്കിംഗ്. സോ യാ, ഐ എം ബാക്ക് ടു മൈ ഹെവൻ. സോ ഗൈസ്, ഇപ്പോൾ ഇവിടെ വലിയ മഴയൊന്നുമില്ല. ഈഗോ പ്രശ്നം ഉണ്ടല്ലോ, ഈ ഈഗോ പ്രശ്നമാണ് മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം ഇങ്ങനെ മാറ്റി മറക്കുന്നത് കേട്ടോ. ഞാനത് അവനെ കൊണ്ടുവന്നേ ഉള്ളൂ. എൻ്റെ പൂച്ച ഓടിപ്പോയി. എൻ്റെ പഴയ പൂച്ച ഓടിപ്പോയി. അവൻ എവിടെ പോയെന്നൊരു വിവരമില്ല. അവൻ ഓടിപ്പോയി. റോട്ടിലൊന്നും കാണുന്നില്ല, അവിടെയും കാണുന്നില്ല. അവനെ വീട്ടിൽ കയറ്റി സിംബാന്ന് ഞാനൊരു പേരിടാൻ വെച്ചത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പേര് പറയട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവനെ തപ്പുടൂന്ന് വിളിക്കുന്നത്. ഇപ്പോൾ തപ്പുടൂന്ന് വീട്ടിൽ കയറ്റി ഞാൻ ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റും. എറണാകുളത്ത് ഞാനൊരു തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടാണോ ഇതുപോലെ കണ്ടനാണെങ്കിലോ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്ന പോലെ കണ്ടനൊക്കെ സർവൈവ് ചെയ്യും. ഇവൻ സർവൈവ് ചെയ്യാൻ അവിടെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ച് അവനെ റിസ്ക് എടുത്തിട്ട് അവനെ എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേക്കാണ്. കുഴപ്പമില്ല. അവനെ വീട്ടിൽ കയറ്റി. ഇനി അടുത്ത പ്രശ്നം ഉണ്ടായത്, എൻ്റെ വീട്ടിലുള്ള ഓൾറെഡി എൻ്റെ വീട്ടിൽ നിങ്ങൾക്കറിയാം മൃഗങ്ങളാൽ സന്നദ്ധമാണ് എൻ്റെ കുടുംബം. സോ ഈഗോ പ്രശ്നങ്ങളുണ്ടായി. ഒരുത്തനിറങ്ങി ഓടി, ഇതുവരെ വന്നില്ല. എൻ്റെ അയ്യോ എൻ്റെ പേരെന്തായിരുന്നു, എൻ്റെ അമിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. എൻ്റെ അമിട്ടിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അമിട്ട് ഓടിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് തന്നെ ആയാലും അവനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. അവൻ പാവമാണ്. അവൻ ഒറ്റപ്പെട്ട് പോകും. അവനെ അവിടെ സർവൈവ് ചെയ്യില്ല, ചത്തു ഉറപ്പാണ്. അതുകൊണ്ടാണ് അവനിവിടെ കൊണ്ടുവന്നത്. ഇവർക്കൊരു കൂട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് നോക്കാം കുറച്ച് കഴിയുമ്പോൾ. സോ അതാണ് ഓൾ ദ വ്ലോഗ്. ഇറ്റ്സ് അബൌട്ട്. ഞാൻ വയ്യാണ്ട് ടയേർഡായി. ടയേർഡാന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് എനർജി ആയതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. പടമായിപ്പോയി. കാരണം ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലിയിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നാളെ ബക്രീദ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുമല്ല ബസ്സിൽ എനിക്ക് നല്ല യാത്രയുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 12 മണിക്കൂർ യാത്ര
ഓൾമോസ്റ്റ് ആ 12 മണിക്കൂറിൽ ഒരു 10-8 മണിക്കൂർ ഞാൻ നിന്നു വണ്ടിയിൽ. അത് ടോയ്ലറ്റിൻ്റെ സൈഡാണ് നിന്നത്. സോ ഡിഫിക്കൽട്ട് ബട്ട് സേഫായിട്ട് എത്തിച്ചു ഇവിടെ വീട്ടിൽ. സോ ബാക്കി വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ദിസ് ഈസ് ആംഗ്രി ബോയ് ഹിയർ സൈനിങ് ഓഫ്. ബൈ ബൈ. ഈ ടൗണിലൊക്കെ ജീവിച്ചിട്ട് ആൾക്കാർ പെട്ടെന്ന് മലയോര പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ വാവ് അമേസിങ് നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവൻ രാവിലെ ഇറങ്ങി തണ്ടാനിത്. ഇവിടെ കുറേ ഇലകളൊക്കെ ഉണ്ട്, അതിനിടയിൽ കൂടെ ഒക്കെ പോയതാ ഇതേ പോണു. അയ്യോ എൻ്റെ കാര്യം, സിംബാൻ്റെ കാര്യം പറഞ്ഞാൽ വേണ്ടേ. ഫുൾ എക്സ്പ്ലോർ ചെയ്യും. അവിടെയൊക്കെ പോയി വെളി വന്ന് മൂത്രമൊഴിച്ചു. ഭയങ്കര